വസന്തകുമാർ രാമൻ വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മുടി അഴിച്ചിട്ട് കയറാമോ എന്നുള്ളതിനെ കുറിച്ചാണ്. പണ്ട് മുതലുള്ള ആചാരമനുസരിച്ച് സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് വിധി. കാരണം അറിഞ്ഞോ അറിയാതെയോ മറ്റോ മുടി കൊഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അത് പറന്ന് നടന്ന് പൂക്കളിലോ വെള്ളത്തിലോ നിവേദ്യം തയ്യാറാക്കുന്നതിലോ വിളക്കിലോ ഒക്കെ എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മുടി പെട്ടാൽ അത് ദോഷമാണ്, പാപമാണ്. അതുകൊണ്ട് തലമുടി കെട്ടിവെക്കുക അല്ലെങ്കിൽ പിന്നിയിടുകയോ ആണ് പണ്ടുകാലത്ത് ചെയ്തിരുന്നത്. തന്നെയല്ല, യക്ഷികൾ മാത്രമാണ് മുടി വിരിച്ചിട്ട് നടക്കുക. മുടി വിരിച്ചിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെയോ കണ്ടാൽ അന്നൊക്കെ ഇതെന്താ യക്ഷിയെപ്പോലെ നടക്കുന്നത് എന്ന് ശാസിക്കുമായിരുന്നു. മുടി അറ്റമെങ്കിലും കെട്ടിയിട്ട് എവിടെയെങ്കിലും പോകാവൂ എന്ന് നിർബന്ധമുള്ള കാലമുണ്ടായിരുന്നു. സന്ധ്യയാകും മുൻപ് മുടി ചീകി ഉച്ചയിൽ കെട്ടിവെക്കുകയോ പിന്നി കെട്ടിവെക്കുകയോ ചെയ്യണം. പരിഷ്കാരങ്ങൾ കൂടുതലായപ്പോൾ ഈ രീതി മാറിയിരിക്കുന്നു. ഇന്ന് മുടി വിരിച്ചിട്ട് യക്ഷിയെപ്പോലെ നടക്കുന്നത് ഫാഷനായി മാറിയിരിക്കുന്നു. ആരും അത് ശാസിച്ച് മനസ്സിലാക്കി കൊടുക്കാനില്ല. അഥവാ മുത്തശ്ശിമാരാരെങ്കിലും ശാസിക്കുകയാണെങ്കിൽ അതിനെ മാനിക്കാനും തയ്യാറാകുന്നില്ല. ഇന്ന് വൃദ്ധരെ മാനിക്കുന്ന കാലമല്ലാതായി തീർന്നിരിക്കുന്നു. മുടി കെട്ടിവെച്ചാൽ സൗന്ദര്യം കുറയുമെന്ന ധാരണ വെച്ച് പുലർത്തുന്ന കാലമായിരിക്കുന്നു. മുടി വിരിച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നതുകൊണ്ട് മറ്റൊരു ദോഷം കൂടിയുണ്ട്. തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ വിളക്കോലിൽ നിന്നും മുടിക്ക് തീപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതും ദോഷമാണ്. മുത്തശ്ശിമാർ മുമ്പൊക്കെ പെൺകുട്ടികളെ തട്ടൊടുക്കാതെയും മുടി കെട്ടാതെയും ക്ഷേത്രത്തിൽ അയക്കുകയുമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് അതൊന്നും ശാസിക്കാനും ശ്രദ്ധിക്കാനും ആളില്ല. സ്ത്രീകൾ തറ്റെടുക്കണമെന്ന് പറയുന്നതിന് മറ്റൊരു വശം കൂടിയുണ്ടായിരുന്നു. അരയും വയറും ഒതുങ്ങാനും ചന്തി തള്ളാതിരിക്കാനും ഉള്ള പ്രയോഗം കൂടിയാണ് ഇത്. ഇന്ന് ചന്തിയും തുളയും വലുതാകാനായി ഹോർമോൺ ഇഞ്ചക്ഷൻ വരെ ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ്. എന്തുതന്നെ ആയാലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുടി കെട്ടിവെച്ചുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഉത്തമം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.